ഡോക്ടർ നസീഫ്. ഒബ്സ്ട്രക്റ്റീവ് കമ്പൽസീവ് ഡിസോർഡർ ഒരു പ്രത്യേകതരം പെരുമാറ്റ രീതിയുമായി ബന്ധപ്പെട്ട അവസ്ഥകളിൽ ഒന്നാണ്. ഒരു രോഗാവസ്ഥ എന്നതിലുപരി മാനസികമായി ഒരാളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്ന് വേണം ഇതിനെ പറയാൻ. ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഒരാളിൽ നിർബന്ധിതമായ ചട്ടങ്ങളും ആശങ്കകളും ഉണ്ടാവുകയും ഇതിന് പ്രകാരം ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ആവർത്തിച്ച് ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയുടെ പ്രത്യേകതയാണ് ഒബ്സ്ട്രക്റ്റീവ് കമ്പൽസീവ് ഡിസോർഡർ. ഒരാളിലെ ഇത്തരം അവസ്ഥകൾ അടുപ്പമുള്ളവർ വിഷമങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവരെ രസിപ്പിക്കാൻ കാരണമാകുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള നിർബന്ധിത പെരുമാറ്റ രീതികൾ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും ബാധിക്കാറുണ്ട്. OCD ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മുൻപേ സൂചിപ്പിച്ച പോലെ OCD ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളും ലക്ഷണങ്ങളും നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളിലും പലപ്പോഴേ ആവർത്തിച്ചുണ്ടാകുന്ന സ്വഭാവ രീതികളാണെന്ന് മനസ്സിലാക്കാനാവും. ഉദാഹരണത്തിന്, പതിവായി കഴുകുകയോ സോപ്പ് ഉപയോഗിച്ച് പലതവണ കഴുകിയിട്ടും തൃപ്തി വരാതായി അവർ പിന്നെയും കഴുകിക്കൊണ്ടേയിരിക്കുക. വാതിൽ പൂട്ടിയ ശേഷം അത് പൂട്ടിയിട്ടുണ്ടോ എന്ന് വീണ്ടും ആവർത്തിച്ച് പരിശോധിക്കുകയോ ഉറപ്പുവരുത്തുകയോ ചെയ്യുക. വീട്ടു സാധനങ്ങൾ പലതും കൃത്യമായ സ്ഥാനത്ത് വീണ്ടും വീണ്ടും അടക്കി വയ്ക്കുന്നതും OCD ലക്ഷണങ്ങളാണ്. തങ്ങൾ കൃത്യമായി പിന്തുടർന്നു പോരുന്ന ഇത്തരം ജീവിത ശൈലികൾ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുമ്പോൾ ഇവരെ ചൊടിപ്പിക്കുകയും ഉത്കണ്ഠാകുലരായി മാറ്റുകയും ചെയ്യുന്നു. സാധാരണയായ ആളുകൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി എടുക്കാതെ ജീവിതം തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം പലപ്പോഴും കാണുന്നവർക്ക് ഒരു തമാശയായിട്ട് അനുഭവപ്പെടാറുള്ളൂ. പക്ഷേ OCD പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായി മാറുന്നു. അവരിൽ ടെൻഷനും മാനസിക സമ്മർദ്ദവും വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നു. ഇവരിൽ കണ്ടുവരുന്ന മറ്റു ലക്ഷണമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള പല നിയമങ്ങളും ഉണ്ടാകും. ഇത്തരം നിയമങ്ങൾ പലപ്പോഴും കർക്കശവും ഏകാധിപത്യ സ്വഭാവമുള്ളതുമായിരിക്കും. OCD ഉള്ളവരിൽ അവർ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ മടി കാണിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. വീട് വൃത്തിയായി സൂക്ഷിക്കാനുള്ള നിർബന്ധമാണ് ഇവർക്ക് ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ മടിയായിട്ടുള്ള കാരണം. തൻ്റെ മുറിയിലേക്ക് ആരെങ്കിലും പെട്ടെന്ന് കയറി വന്ന് എല്ലാം അലങ്കോലപ്പെടുത്തിയേക്കും എന്നുള്ള ഭയം ഇവരുള്ളത് കൊണ്ട് ഇത്തരക്കാരെ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന് ഇവർ സ്വയം സന്തോഷം കണ്ടെത്തുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. OCD പ്രശ്നങ്ങൾ സാധാരണയായി ജോലി സ്ഥലങ്ങളിലും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. രോഗാവസ്ഥകൾ നിങ്ങളുടെ സമയത്തെ ഏറ്റവും ദോഷകരമായ രീതിയിൽ കവർന്നെടുക്കുന്ന കൂടിയൊന്നാണ്. സമയം കൃത്യമായി വിനിയോഗിക്കാതെ വരികയും ഏറ്റവും ചെറിയ ജോലികൾ ചെയ്തു തീർക്കാൻ പോലും മണിക്കൂറുകൾ വേണ്ടി വരുന്നതുമെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനോ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചവരുടെ സഹായം തേടുകയാണ് ചെയ്യേണ്ടത്. ടെൻഷൻ പോലുള്ള അത്ര അനാവശ്യമായ ചിന്തകളും OCD ഭാഗമാണ്. OCD ഉള്ള ഒരു വ്യക്തി ഇത്തരം ചിന്തകൾക്ക് വളരെ വേഗത്തിൽ അടിമപ്പെട്ടു പോവുകയും അതിൽ നിന്ന് രക്ഷ നേടാനായി തുടർച്ചയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരം ആളുകൾ അമിതമായിട്ടുള്ള വൃത്തിയും ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കുക, ശരീരം കഴുകുക തുടങ്ങിയ ലക്ഷണങ്ങളും അതുപോലെ വീട് പൂട്ടിയിട്ടുണ്ടോ അങ്ങനത്തെ സംശയങ്ങളും ഇവർക്ക് ധാരാളമായിട്ട് കണ്ടുവരുന്നതാണ്. ഇത്തരം ലക്ഷണങ്ങൾ സാധാരണ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്.